അപ്പോൾ അങ്ങനെ PT കുഞ്ഞു മുഹമ്മദ് ഒരു ലേഖനം എഴുതിയിരുന്നില്ല എങ്കിൽ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, ഇതിന് കാരണക്കാരനായിട്ടുള്ളൊരു ഭ്രാന്തൻ PT കുഞ്ഞു മുഹമ്മദിൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഭ്രാന്തനാണ്, ചാവക്കാട്ടുകാരൻ. അങ്ങനെ ഒരു ഭ്രാന്തൻ അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ, അയാൾക്ക് ഭ്രാന്തി പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതുപോലെ ഉള്ള ഒരു ഡയലോഗ് PT കുഞ്ഞു മുഹമ്മദ് കേൾക്കില്ല, അത് ലേഖനത്തിൽ വരില്ല, ഞാനറിയില്ല, ഞാൻ കുട്ടികൾക്കിടിൽ. അതായത് നമുക്ക് ദൈവത്തെ ഭയപ്പെടണം, ദൈവഭയം വേണം. അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ അത് ദൈവത്തോട് ചോദിക്കണം. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ലഭ്യമാകുന്നത്, സന്തോഷം കിട്ടുന്നത് എന്നൊക്കെ പഠിപ്പിച്ചിട്ട്, അതായത് നമ്മളെ ഭയപ്പെടുത്തുകയും അതുപോലെ തന്നെ കൊതിപ്പിക്കുകയും ചെയ്യുക. ഏറ്റവും കൂടുതൽ പോരാടിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. മറ്റുള്ള ഈ പോരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോരാടിയത് ഞാൻ ഈ ദൈവത്തിൻ്റെ ദൈവത്തെ എൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചു കളയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് ഞാനുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അത്രയും ഭവനവേദനം പോലും നടത്തിയതായിട്ട് DYSPക്ക് ഞാൻ നേരിട്ട് എഴുതി കൊടുത്ത പരാതിയിന്മേലൊരു നടപടി അവരെടുത്തില്ല. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റോ സഭയോ മാധ്യമങ്ങളോ ഒന്നും തന്നെ അന്ന് എന്നോടൊപ്പം ഇല്ലാതിരുന്ന ആ ഒരു 2-3 മാസം. എന്നാലും നമ്മൾ അങ്ങനെ ഭഗവത്ഗീതയിലെ ഒരു വാക്യം പറയുന്ന പോലെ, ലോകം മുഴുവനും നിനക്കെതിരായാലും നീ നിനക്കെതിരാവരുത്. ഹായ് ഹലോ, മീഡിയ ഭാരതിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അഥീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ, ചാറ്റ് വിത്ത് അഥീന. ഇന്ന് നമ്മുടെ അതിഥി ജോസഫ് മാഷാണ്. 2010 ജൂലൈ 4 മൂവാറ്റുപുഴ കൈവെട്ട് കേസിലെ പോരാളിയായ ജോസഫ് മാഷ്. മാഷെ സ്വാഗതം. ഞാനിപ്പോൾ പോരാളി എന്ന് പറഞ്ഞത് മാഷിന്റെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായി. ഇര എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ എപ്പോഴും ഒരു പോരാളിയാണ്. എനിക്കും അതുപോലെ വിളിക്കാൻ തന്നെയാണ് ഇഷ്ടം. അതായത് നമ്മൾ സാധാരണയായിട്ട് ജീവിതം മാറ്റിമറിച്ച ഒരു സെക്കൻഡ് എന്നൊക്കെ പറയും, ഒരു ചോദ്യം മതി ജീവിതം മാറാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അതേപോലെ ആ ജീവിതം മാറ്റിമറിച്ച ഒരു നിമിഷത്തിലെ ജീവിതം മാറ്റിമറിച്ച ഒരു ചോദ്യം, ആ ചോദ്യം തന്നെയാണ് ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചത്. അത് ഇപ്പോൾ ഓർക്കുമ്പോൾ മാഷിന് എന്താണ് തോന്നുന്നത്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതം യാദൃച്ഛികത നിറഞ്ഞതാണ്. നമ്മൾ ഇതിനു മുമ്പും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരു നിമിഷം എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ്. ജോലി സ്ഥലത്തായാലും അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് ജീവിതത്തിൻ്റെ ഏത് മണ്ഡലങ്ങളിലായാലും നമ്മൾ ഒരു നിമിഷത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മെ ആകപ്പാടെ മാറ്റും. പിന്നീട് ആ വഴിയാണ് പോകുന്നത് എന്ന് പറഞ്ഞ മാതിരി 2010 ഞാൻ കുട്ടികൾക്കിട്ട ഒരു പരീക്ഷയിലെ ചോദ്യം എൻ്റെ ജീവിതത്തെ വഴിതിരിച്ചു വിട്ടു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും സങ്കടമോ അങ്ങനെയൊന്നും എനിക്കില്ല. എൻ്റെ മുന്നിൽ ഉള്ള ജീവിതം ഞാൻ അങ്ങനെ എല്ലാ കാലത്തും അങ്ങനെയാണ് ജീവിച്ചു പോന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തെ വഴിതിരിച്ചു വിടാൻ ഇടയാക്കി ആ ചോദ്യത്തിന് എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ആ ചോദ്യം ഒരു സാമൂഹിക ഉപാധി മാത്രമായിട്ടാണോ കണ്ടിട്ടുണ്ടായത്? അതങ്ങനെ വന്ന് ഭവിച്ചതാണ്. ഇപ്പം എൻ്റെ ഭ്രാന്തന സ്തുതി എന്നുള്ളൊരു പുസ്തകത്തിൽ ഞാൻ ഈ കാര്യം തമാശ മട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഇടാൻ കാരണം ഞാൻ ഇങ്ങനെ അധ്യാപകനായതുകൊണ്ടാണ്. അതുമാത്രമല്ല, ഞാൻ പഠിച്ച കാലത്തിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ട് ഈ MA മലയാളത്തിന് തിയേറ്റർ ആൻഡ് സിനിമ, നാടകവും സിനിമയും എന്നുള്ളൊരു പേപ്പർ പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമയൊക്കെ നമ്മുടെ പാഠ്യപദ്ധതിക്ക് പുറത്തായിരുന്നു. ഈ പറയുന്ന ആട്ടക്കഥകളും അതുപോലെയുള്ള ആദിമ കലാരൂപങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആധുനിക കലാരൂപമായ സിനിമ ഒന്നും പാഠ്യവിഷയമായിരുന്നില്ല. അപ്പം അതൊക്കെ വന്നിട്ട് അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് പേപ്പർ എടുത്തത്. അന്ന് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലായിരുന്നു. അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഒരു ബുക്ക് തിരക്കഥയുടെ രീതിശാസ്ത്രം എൻ്റെ കണ്ണിൽപ്പെടുന്നത്. അപ്പോൾ ആ ബുക്ക് വായിച്ച് അതിലെ PT കുഞ്ഞു മുഹമ്മദിൻ്റെ ഒരു ലേഖനത്തിൽ ഒരു ഡയലോഗാണ് ഞാൻ ഈ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചോദ്യം ആക്കി മാറ്റിയത്. അപ്പോൾ അങ്ങനെ PT കുഞ്ഞു മുഹമ്മദ് ഒരു ലേഖനം എഴുതിയിരുന്നില്ല എങ്കിൽ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിന് കാരണക്കാരനായിട്ടുള്ളൊരു ഭ്രാന്തൻ
പിറ്റേ കുഞ്ഞുമുഹമ്മദിൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഭ്രാന്തനാണ് ചാവക്കാട്ടുകാരൻ. അങ്ങനെ ഒരു ഭ്രാന്തൻ അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ, അയാൾക്ക് ഭ്രാന്തി പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഡയലോഗ് പിറ്റേ കുഞ്ഞുമുഹമ്മദ് കേൾക്കില്ല, അത് ലേഖനത്തിൽ വരില്ല, ഞാനറിയില്ല, ഞാൻ കുട്ടികൾക്കിടില്ല. അപ്പോൾ എല്ലാം യാദൃച്ഛികമായിട്ട് വന്ന് ഭവിച്ച ഒന്നാണ്. അപ്പോൾ ജീവിതം എല്ലാവരുടെയും സംബന്ധിച്ചും അങ്ങനെ യാദൃച്ഛികതകൾ നിറഞ്ഞതാണ്. അപ്പോൾ എങ്ങനെ സംഭവിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ വന്ന് ഭവിച്ചു. നമ്മുടെ മുമ്പിലുള്ള ജീവിതം നമ്മൾ ജീവിക്കുന്നു. അത് പ്രതിസന്ധി ആയാലും അതുപോലെ തന്നെ സന്തോഷങ്ങളായാലും ദുഃഖങ്ങളായാലും എല്ലാം അതിനോട് അങ്ങനെ സമരസപ്പെട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ ചെറുപ്പം മുതലേ ശീലിച്ചിട്ടുള്ള ഒരു രീതി. അതുകൊണ്ട് അത്ര ഒരു വിഷമങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാനതിനെയൊക്കെ ഒരു ധീരതയോടെ, അല്ലെങ്കിൽ ഞാനൊക്കെ ജനിച്ചു വളർന്നത് ഒരു കാർഷിക കുടുംബത്തിലാണ്. അപ്പം അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇവിടെ എത്തിയത് തന്നെ ഒരുതരം പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇരയെന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടാത്തത്. ഞാനതിന് ശേഷവും പോരാടുക തന്നെയാണ് ചെയ്യുന്നത്, പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പോരാടുന്നത് ഈ മനുഷ്യരുടെ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അവരുടെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ആധുനികമായിട്ടുള്ള ഒരു അവബോധത്തിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോരാട്ടമാണ്. അപ്പോൾ മതശക്തികൾ, അന്ധവിശ്വാസത്തിൻ്റെ ശക്തികൾ, മറ്റ് സാധാരണ മനുഷ്യരെ അടിമകളാക്കി വെച്ച് അധികാരം കൈയാളുന്ന ആളുകളുമായിട്ട് അവരുടെ ആ ഇരുമ്പ് കോട്ടകളെയൊക്കെ തകർക്കാൻ ഞങ്ങൾക്കാവുന്നത്ര ചെറിയ തോതിൽ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണ വിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു സുപ്രഭാതത്തിൽ നിരീശ്വരവാദിയാവാനുള്ള ശ്രമം നടത്താനെങ്കിലും പറ്റുമോ? അത് നിരീശ്വരവാദിയാകുക എന്ന് പറയുന്നത് വിശ്വാസിയായ ആളുകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ ജനിക്കുന്നത് നിരീശ്വരന്മാരായിട്ട് തന്നെയാണ്. ഏത് കുഞ്ഞും നിരീശ്വരന്മാരായിട്ട് ജനിക്കുന്നത്. അപ്പം അവരിൽ അവരുടെ മാതാപിതാക്കളും ബന്ധുജനങ്ങളും സമൂഹവും ഒരു ഈശ്വരവിശ്വാസത്തെ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ജനിക്കുന്ന കുട്ടിയെ ക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിച്ച് ക്രിസ്ത്യാനിയാക്കി ക്രിസ്തുമത അനുയായിയാക്കും. ഇസ്ലാം മതം പാലിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ജനിക്കുന്ന കുട്ടികൾ അള്ളാഹുവിൻ്റെ വഴിക്ക് പോകും. ഹിന്ദു സംസ്കാരമുള്ളൊരു വീട്ടിൽ ജനിക്കുന്ന ആളുകൾ ക്ഷേത്രങ്ങളും അതുപോലെ ദേവീദേവന്മാരും ഒക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദത്തിൽ അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ സമൂഹമല്ലെങ്കിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളും മറ്റു ആളുകളും ഈ കുട്ടികളിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് ഈശ്വരവിശ്വാസത്തെ. അതൊരു രോഗം പോലെ അങ്ങ് ബുദ്ധി ഉറയ്ക്കുന്ന സമയത്ത് അവൻ്റെ തലച്ചോറിൽ അങ്ങനെ കടന്നുകൂടുകയാണ്. പിന്നെ കാർന്ന് തിന്നാൻ തുടങ്ങും. പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റുകയില്ല. ശരിക്കും നമ്മുടെ മനോബലം തകർക്കുന്ന ഒരു സംഗതിയാണത്. അതായത് നമുക്ക് ദൈവത്തെ ഭയപ്പെടണം, ദൈവഭയം വേണം. അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ അത് ദൈവത്തോട് ചോദിക്കണം. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ലഭ്യമാകുന്നത്, സന്തോഷം കിട്ടുന്നത് എന്നൊക്കെ പഠിപ്പിച്ചിട്ട്, അതായത് നമ്മളെ ഭയപ്പെടുത്തുകയും അതുപോലെ തന്നെ കൊതിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മനോബലമാണ് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഒരു ദൈവമാണെന്ന് വരുമ്പോൾ, നമുക്കൊരു ആപത്ഘട്ടം വരുമ്പോൾ, സന്നിഗ്ധാവസ്ഥ വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കാൻ നിർബന്ധിതനാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മനോബലം കുറഞ്ഞു പോയതുകൊണ്ടാണ്. മനോബലം കുറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ആ ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന നടത്തുന്നത്. അതേസമയം അങ്ങനെ ഈ ഒരു നിരീശ്വരനെ സംബന്ധിച്ചും, ഒരു നിരീശ്വരൻ്റെ വീട്ടിൽ ജനിക്കുന്ന കുട്ടികൾ ദൈവത്തെക്കുറിച്ച് അറിയാതെ വളർന്നാൽ അവർക്ക് ഈ രോഗമില്ല. അവർക്ക് പിന്നെ ഏത് പ്രതിസന്ധികളിലും സ്വന്തമായിട്ട് നിൽക്കാനുള്ളൊരു ശക്തി ഉണ്ടാവും. ദൈവത്തെ വിളിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഈ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു രോഗമാണ്. ആ രോഗത്തിൽ നിന്ന് മുക്തി നേടുക എന്ന് പറയുന്നത് വിഷമാണ്. അത് തലച്ചോറ് ഉറച്ചു വരുന്ന സമയത്ത് അത്രയും ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന അണുക്കളാണ് ദൈവാണുക്കൾ. ശരിക്കും അതിനെ നമുക്ക് മാറ്റണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കോവിഡിൻ്റെ കാലത്തൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ബ്രേക്ക് ദ ചെയിൻ, അതായത് നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് മാത്രമല്ല അധ്യാപകരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ കിട്ടും. അപ്പോൾ അവിടെയെല്ലാം ഈ ദൈവനിഷേധത്തിൻ്റെ ഒരു മറ അല്ലെങ്കിൽ ഒരു കവചം ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് ഇന്ന് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് നമുക്ക് പഴയ തലമുറയ്ക്ക് ഇങ്ങനെ കിട്ടി. ചിലർക്കത് കൂടുതലുണ്ട്. കൂടുതലുള്ളവർക്ക് കൂടുതൽ പ്രാർത്ഥന കൊണ്ട് മാത്രം നിൽക്കില്ല. അവർക്ക് പിന്നെ നേർച്ച കാഴ്ചകളായി പിന്നെ ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിൽ ഏറ്റവും രോഗം മൂർച്ഛിച്ചവർ അങ്ങ് ആലപ്പുഴയൊക്കെ പോകേണ്ടി വരും. അവിടെ കൃപാസനത്തിലൊക്കെ പോയി കൃപാസനം പത്രമൊക്കെ അരച്ച് കലക്കി കുടിച്ചാലേ അവർക്കൊരു
സമാധാനം ഉണ്ടാവുള്ളൂ. അത്രയും അവർ രോഗാതുരരായതുകൊണ്ടാണ്. സാധാരണക്കാർക്ക് പിന്നെ ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി അത്യാവശ്യ സമയത്തൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഈ രോഗത്തിൻ്റെ കാഠിന്യം അത് പലർക്കും പല രീതിയിലാണ്. അതായത് കൂടുതൽ രോഗികൾ കൂടുതൽ ഈ ഭക്തിമാർഗത്തിലൂടെയൊക്കെ അല്ലെങ്കിൽ ഈ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ പോകേണ്ടി വരും. ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചും അത്ര ഭക്തിമാർഗമൊന്നും ഇല്ലായിരുന്നു. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആദ്യകാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു പുണ്യാളനാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ചെറുപ്പത്തിൽ. അതുപോലെ അങ്ങനെയാണ് വളർത്തപ്പെട്ടത്. പിന്നീട് സ്കൂളിലൊക്കെ മിഡിൽ സ്കൂളിലൊക്കെ ആയപ്പോൾ ഒരു വൈദികനാവണം. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നിട്ട് പിന്നെ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും പിന്നെ ഈ സാഹിത്യവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വായനയൊക്കെ വന്നിട്ട് ഈ എല്ലാ സാഹിത്യകാരൻ ആകണമെന്നായിരുന്നു ആഗ്രഹം. നാടകക്കാരനൊക്കെ അല്ലെങ്കിൽ സിനിമാക്കാരനൊക്കെ ആകണമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെയാണ് മലയാളമൊക്കെ എടുത്ത് പഠിച്ചത്. പിന്നെ അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ സാഹിത്യം പഠിച്ച് ജോലിയൊക്കെ കിട്ടി, സാഹിത്യ അധ്യാപകനായി അങ്ങനെ അതിൽ അങ്ങനെ രമിച്ചു പോവുകയാണ് ചെയ്തത്. എന്നാലും ഇങ്ങനെ ഈ പിന്നെ ഒരു 10-15 വയസ്സ് ആയപ്പോൾ ഈ നമ്മുടെ ഒരു പിന്നെ ബുദ്ധിയൊക്കെ ഒരുവിധം വികസിച്ചപ്പോൾ ഈ മതം പറഞ്ഞു തരുന്ന ഈ സ്വർഗ നരകങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ആ സങ്കല്പങ്ങളൊക്കെ എന്നിൽ നിന്ന് അടർന്നുപോയി. ഇപ്പം ഞാൻ മരിച്ച് സ്വർഗത്തിലോ നരകത്തിലോ പോകുമെന്നുള്ള അങ്ങനത്തെ അബദ്ധ വിചാരങ്ങളൊക്കെ എൻ്റെ കൗമാരത്തിൻ്റെ അവസാനം തന്നെ നഷ്ടപ്പെട്ടതാണ്. അപ്പോഴും ദൈവത്തിന് പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതായത് ഈ പറയുന്ന ഒരു നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ഇടത്താവളമാണ് ഈ ഭൂമി, അല്ലെ ഈ ഭൂമിയിലെ ജീവിതം എന്നൊക്കെയുള്ള സങ്കല്പം എനിക്കത്ര ദഹിക്കാതെ പോയി. എന്നാലും നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ മതം എന്ന് പറഞ്ഞാൽ ഈ മതം കാണിച്ചു തരുന്ന ദൈവത്തിലല്ല, പിന്നെ എല്ലാ മതങ്ങളുടെയും അവരുടെ അന്തസത്യമായിട്ടുള്ളൊരു ദൈവത്തിൽ, അത് അങ്ങനെയുള്ളൊരു ദൈവത്തിൽ അതങ്ങനെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഇങ്ങനെ പ്രശ്നം വരുമ്പോഴൊക്കെ ഞാനൊക്കെ പരീക്ഷ എഴുതുമ്പോഴൊക്കെ ആണെങ്കിലും മലയാളത്തിന് പരീക്ഷ എഴുതുമ്പോൾ ഒരു ദൈവത്തെയും അതുപോലെ തന്നെ വാക്കുകളൊക്കെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് സരസ്വതിയെയും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ്. ഇപ്പം വാഹനമൊക്കെ വാങ്ങിച്ചപ്പോഴൊക്കെയാണ് ആദ്യം വാഹനം വാങ്ങിച്ചപ്പോൾ 2000 വാഹന പൂജ ഞങ്ങളെ സംബന്ധിച്ചോളം പള്ളിക്കൽ കൊണ്ടുപോയി അച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിച്ച് പിന്നെ അതിൽ മാതാവിൻ്റെയൊക്കെ ഒരു പടമൊക്കെ ഒരു ചെറിയ പ്രതിമയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. രാവിലെ എണീക്കുമ്പം രാവിലെ ആദ്യമായിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം, ചിലരാണെങ്കിൽ എപ്പോൾ വാഹനം എടുത്താലും പ്രാർത്ഥിക്കും. ഞാനങ്ങനെയല്ല. വാഹനം ആദ്യമായിട്ടൊരു ദിവസം വാഹനത്തിൽ കയറി അത് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ്, കാത്തുകൊള്ളണേ പ്രാർത്ഥിച്ചിട്ടാണ്, അപകടമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ ഒരു മതം എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഏതാണ്ട് ഒരേ രീതിയിൽ ഒരു ജീവിത രീതിയാണ് കൾച്ചറൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ സമരസപ്പെട്ടു അങ്ങനെ പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതല്ലാതെ അതിനെ എതിർക്കാനൊന്നും പോയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് 2010 വരെയൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയത്. നമ്മൾ മതത്തിനോടൊന്നും അങ്ങനെ വഴക്കനും പോയില്ല, എന്നാൽ അത്ര ഭക്തി പാരവശ്യമൊന്നും ഇല്ല. അവർക്കെതിരായിട്ടൊന്നും ചെയ്തില്ല. അവരോട് ഇങ്ങനെ സമരസപ്പെട്ടു. ഞാനും വേദോപദേശമൊക്കെ കോളേജ് അധ്യാപകനായതിനു ശേഷവും കുട്ടികളെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഈ 2010 എനിക്കിങ്ങനെ ഒരു ആക്രമണമൊക്കെ ഉണ്ടായി, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, പ്രതിസന്ധികളൊക്കെ വന്നപ്പം അപ്പോൾ എൻ്റെ സമൂഹം നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള ആ സമൂഹത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ പിന്നെ പൗരോഹിത്യ വർഗത്തിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവം. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കൈവിട്ടു എന്നേ ഉള്ളൂ, ഉപേക്ഷിച്ച് കളയുക മാത്രമല്ല, എനിക്കെതിരായിട്ട് അപവാദ പ്രചരണം അവരുടെ മാധ്യമങ്ങളിലൂടെ എമ്പാടും നടത്തി. അപ്പോൾ അത് അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ഈ ഒരു കൂട്ടായ്മ എന്ന നിലയിലുള്ള എനിക്ക് അതിൻ്റെ അകത്തൊരു ഗുണം കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് അതിലും വലിയ താല്പര്യമില്ലാതെ, എന്നാലും അങ്ങനെ ദൈവവിശ്വാസം പോയില്ല. ദൈവവിശ്വാസം പോകുന്ന 2021 കാലത്തിലൊക്കെയാണ്. അപ്പം ഞാനങ്ങനെ ആലോചിച്ച് ഇത് നമ്മളൊരു രോഗം മാറ്റാൻ വേണ്ടിയിട്ട്, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ വളരെ പഥ്യമൊക്കെ എടുത്ത് നമ്മൾ മരുന്ന് കഴിച്ച് അല്ലേ മാറ്റുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതൊരു മനോരോഗമാണല്ലോ. അപ്പോൾ ആലോചിച്ചും ഒക്കെ അങ്ങനെ ഒരു പോരാട്ടം തന്നെ നടത്തി, ആന്തരികമായ ഒരു പോരാട്ടം നടത്തിയിട്ടാണ് ദൈവത്തെ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കിയത്. പൂർണ്ണമായിട്ടും ക്യൂറായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം എന്ത് പ്രശ്നം വന്നാലും ദൈവത്തെ വാക്ക് വരുന്നില്ല. ദൈവത്തെ ഞാൻ പിന്നെ വിളിക്കുന്നില്ല. പുതിയ വണ്ടി വാങ്ങിച്ചപ്പോഴും അതിനകത്ത് രൂപം വെച്ചിട്ടില്ല, പിന്നെ പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. രാവിലെ
വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു തുടങ്ങുമ്പോഴും ദൈവത്തെ സ്മരിക്കുന്നില്ല. അപ്പം താനും പാതി ദൈവം പാതി എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ പാതി കൂടെ ഞാൻ എടുത്തു. ഞാൻ അത്രയും കൂടെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം. ദൈവത്തിൻ്റെ ആ പങ്ക് ഞാൻ ഉപേക്ഷിച്ചു. അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു സന്തോഷത്തിൻ്റെ ഒരു അതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലുതാണ്. അതായത് ഒരു രോഗം ഭേദമായതിനൊരു സന്തോഷം, ഒരു ആഹ്ലാദം, ഒരു ബന്ധനത്തിൽ നിന്ന് നമ്മൾ മോചിതനാക്കപ്പെട്ടതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലെമ്പാടുമുണ്ട്, മനസ്സിലുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും ഒരു ആതുരമാകും നമ്മുടെ മനസ്സ്. എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ഇങ്ങനെ ദൈവത്തെ ശരണപ്പെടാൻ വേണ്ടിയിട്ട് പോകും. ഇതങ്ങനെയൊന്നുമില്ല. എന്ത് വന്നാലും വരട്ടെ, നമ്മളിത് അതിനെ നേരിടും. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ട്രൈ ചെയ്യുക. നമ്മളിപ്പം പിന്നെ സാധാരണ പ്രാർത്ഥിച്ചാലും എന്താണ് ചിലത് നടക്കും. അതങ്ങനെ ഉള്ളൂ. പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ച് അത് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് തോന്നല്. ഇപ്പം നമുക്ക് ഈ നടക്കുമ്പോഴൊക്കെ നിലത്ത് കിടക്കുന്ന ഒരു തടിയിൽ കൂടി നമുക്ക് ചാടി കയറി ഓടി നടക്കാമല്ലേ. ഒരു തെങ്ങിൻ്റെ തടി നിലത്ത് കിടക്കുകയാണ്. കുട്ടികളൊക്കെ ആണെങ്കിലേ നമുക്ക് അതേ നിലത്ത് അതിലെ കൂടെ കയറി ഓടുകയൊക്കെ ചെയ്യാം. അകത്തെ കൂടെ നടക്കാൻ നമുക്ക് പിന്നെ നമുക്ക് ബാലൻസ് പ്രശ്നം വരികയല്ല. അതൊരു വലിയ പാലമായിട്ടിട്ടാലോ, ആ പാലത്തിന്റെ താഴെ ഭയങ്കര കിടങ്ങാണ്, അവിടെ ദുഷ്ടമൃഗങ്ങളൊക്കെയാണ്, എങ്കിലും അകത്തെ കയറാൻ പേടിക്കും അല്ലേ. അകത്തെ കയറാൻ നമുക്ക് പിന്നെ കയറുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടുകയില്ല. പിന്നെ നമുക്കൊരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൈപിടി വെച്ചാൽ മതി, അതൊരു കയറ് മതി, അല്ലെങ്കിൽ ഒരു നൂലാണെങ്കിലും മതി. ആ നൂലെ പിടിച്ച് നമ്മൾ ആ ബാലൻസ് എടുത്ത് അത് മറികടക്കും എന്ന് പറഞ്ഞതുപോലെ ഈ നമുക്കുണ്ടാകുന്ന ഈ വെപ്രാളങ്ങളാണ്, വിഭ്രാന്തികളാണ് നമ്മളെ ഈ ഭയപ്പെടുത്തുന്നത്. അത് അപ്പം ദൈവത്തെ വിളിക്കുന്നത്. നമുക്ക് ആ നൂല് പിടിച്ച് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബാലൻസ് തെറ്റിയവർക്ക് ഈ നൂല് പോലും, അല്ലെങ്കിൽ ദൈവം ഒരു നൂല് പോലെ അവരുടെ ബാലൻസ് ശരിയാക്കി കൊടുക്കും. അപ്പം ഇങ്ങനെ ഈ പറയുന്ന വിശ്വാസം ഇല്ലാത്തവരുടെ ബാലൻസ് തെറ്റുന്നില്ല. അവർക്ക് ഇത് പ്രശ്നമല്ല. അവര് ഇത് താഴോട്ട് നോക്കാതെ ആവശ്യമില്ല. അപ്പം ജീവിതം എന്ന് പറയുന്ന ഒരു പാലമാണെന്ന് വിചാരിക്കുക. അപ്പം ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും അപകടങ്ങളും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഈ ലോക ജീവിതത്തിൽ ഇപ്പം അങ്ങനെ ഒരു മാനസിക ബലമില്ലെങ്കിൽ ഈ പറയുന്ന ദൈവവിശ്വാസത്തിന്റെ ആ നൂലെ പിടിച്ച് ഒരു കാര്യവുമില്ല. വീഴ്ച പോയാൽ നൂലും പൊടിച്ച് താഴെ പോകും. പക്ഷേ ഒരു മനോബലം അവർക്ക് കൊടുക്കും, അങ്ങനെയുള്ള ആ രോഗമുള്ളവർക്ക്. പക്ഷെ അതല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം ഇങ്ങനെയാണ് യാദൃശ്ചികതകളാണ്, ഇങ്ങനെ എന്നും സംഭവിക്കാം. അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും, നമ്മളതിനെ നേരിടുക തന്നെ. അല്ലാതെ ഇങ്ങനെ ഈ പറയുന്ന ദൈവത്തിൽ ശരണപ്പെട്ടിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കാതെ വരുന്നില്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കുകയുമില്ല. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൻ്റെ രോഗം ബാധിച്ചവർക്ക് അതൊരു ബലമാണ്. അവരുടെ ബാലൻസ് കീപ്പ് ചെയ്യാനുള്ള ഒരു മരുന്നാണ് ഈ പറയുന്ന പ്രാർത്ഥനയും അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പം അതിൽ നിന്ന് ഒഴിഞ്ഞു പോരുന്ന ഒരാൾക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്കൊരു ബാധ്യത ഒഴിഞ്ഞു, നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആയി. അതാണ് ഈ ദൈവവിശ്വാസം നമ്മുടെ മനസ്സിൽ നിന്ന് പറിച്ച് കളഞ്ഞാലുള്ള ഒരു ഗുണം. പക്ഷെ അത് വളരെ വിഷമമാണ്, അത് സാധാരണക്കാർക്ക് പറ്റുന്നതല്ല. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടും ഞാൻ ഈ ഏറ്റവും കൂടുതൽ പോരാടിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. മറ്റുള്ള ഈ പോരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോരാടിയത് ഞാൻ ഈ ദൈവത്തിന്റെ ദൈവത്തെ എൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചു കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം അത് വളരെ വലുതാണ്. അങ്ങനെ ആ ഒരു ടൈം കുറച്ച് വർഷം പിറകിലോട്ട് പോകുമ്പോൾ ആ ഒരു ചോദ്യ പേപ്പർ തയ്യാറാക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇതൊരു മതനിന്ദയാണ് എന്നുള്ള എന്തെങ്കിലും ഒരു സൂചന പോലും മനസ്സിലേക്ക് അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും വന്നിരുന്നില്ല. അതായത് ഞാൻ ഇങ്ങനെ അധ്യാപനം എന്നുള്ള നിലയിൽ ഇങ്ങനെ എല്ലാ കുട്ടികളും പിന്നെ മതവിശ്വാസികളായിട്ടുള്ള കുട്ടികളാണ് എല്ലാവരും തന്നെ. ക്രിസ്തു മതത്തിലും ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും ഒക്കെ ഈ തൊടുപുഴ ആണെങ്കിലെല്ലാം ഏതാണ്ട് സമാസമമാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് പിന്നെ ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിൽ എൻ്റെ ക്ലാസ്സുകളിൽ ഒരു വാക്ക് പോലും വന്നിട്ടില്ല. ഞാൻ അന്ന് 10-24 കൊല്ലം അധ്യാപക വൃത്തി ആയ ആളാണ്. എന്നെക്കുറിച്ച് അങ്ങനെ ഒരു അപവാദം ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഒരു പിന്നെ ആരോപണവും വന്നിട്ടില്ല. കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ തർക്കിക്കുക പോലുമില്ല. ചിലപ്പോൾ ഇങ്ങനെ ചില കന്യാസികളൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് അറിയാതെ ഇങ്ങനെ യേശുവാണ് രക്ഷകൻ, യേശുവാണ് യഥാർത്ഥ ദൈവവും അല്ലെ ദൈവപുത്രൻ എന്നൊക്കെ അറിയാതെ പറഞ്ഞു പോകും. അപ്പോൾ മറ്റ് കുട്ടികളൊക്കെ, മറ്റ് സമുദായത്തിൽപ്പെട്ട കുട്ടികളൊക്കെ അവരോട് തർക്കിക്കാൻ വരും. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഞാനത് സമരസപ്പെട്ടിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഒന്നാമത് തന്നെ ഇതെല്ലാം പിന്നെ അങ്ങനെ കടുത്ത വിശ്വാസമില്ലല്ലോ.
യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴും കൃഷ്ണനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴും ആരെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ ദേവീദേവന്മാരെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരെല്ലാം ഓരോ കഥാപാത്രങ്ങളായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആ കൃതിയിൽ എങ്ങനെയാണ് അവരെ ചേർത്ത് വെച്ചിരിക്കുന്നത് അതുപോലെയാണ്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ, അതായത് മതനിരപേക്ഷത എന്ന് പറയാൻ പറ്റില്ല, എല്ലാ മതങ്ങളോടും സൗഹാർദ്ദത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റമാണ് അധ്യാപകർ ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തു വന്നത്. ഞാനവിടെ ഈ വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഡയറക്ടറായിരുന്നു. അതായത് മൂല്യബോധന ക്ലാസ്സുകളുടെ ഡയറക്ടർ. ആഴ്ചയിൽ അരമണിക്കൂർ നടക്കുന്ന ക്ലാസ്സുകളിലേക്ക് അധ്യാപകർക്ക്, ക്ലാസ് ടീച്ചേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്, അവർക്ക് ആവശ്യമായിട്ടുള്ള വിഷയവും അതുപോലെ തന്നെ ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു ലഘുലേഖ എഴുതി തയ്യാറാക്കി അവർക്ക് കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ ക്ലാസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 2 വർഷം തൊടുപുഴ കോളേജിൽ ചെന്ന വർഷം മുതൽ 2 വർഷം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 2 വർഷം പൂർത്തിയാകുന്ന മുറയ്ക്കാണ് അങ്ങനെ പ്രശ്നം വന്നിട്ട് നമ്മളെ സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. 2 വർഷവും ഞാൻ അവിടെ ഈ മൂല്യബോധന ക്ലാസ്സുകളുടെ ചുമതല വഹിച്ച ആളാണ്. അന്ന് എഴുതിയിട്ടുള്ള ലേഖനങ്ങളൊക്കെ DC ബുക്സ് പിന്നീട് നല്ല പാഠങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു പുസ്തകമാക്കി. അത് വായിച്ചാൽ അറിയാം, അതിനകത്ത് ഒരു മതന്തയില്ല. യേശുവിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് മുഹമ്മദ് നബിയെയും അതുപോലെ തന്നെയാണ്, ഒരേ രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ഞാൻ, പക്ഷേ എനിക്ക് സാഹിത്യത്തോട് ഭയങ്കര കമ്പമാണ്. അതുമാത്രമല്ല, ഞാനിങ്ങനെ ഓരോ ജോലി ചെയ്യുന്നതും അങ്ങനെ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. എനിക്കിഷ്ടമില്ലാത്ത ജോലിയൊന്നും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഈ അധ്യാപക വൃത്തി തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ക്ലാസ് എടുക്കുന്ന തന്നെ എനിക്ക് ഒരിക്കലും ഒരു മടുപ്പ് വന്നിട്ടില്ല. ഇപ്പം ചോദ്യം ഉണ്ടാക്കുന്നതാണെങ്കിലും ഞാനത് വളരെ എൻ്റേതായ ഒരു രീതിക്ക് ചെയ്യാൻ ശ്രമിക്കും. സാധാരണ ആളുകളാണെങ്കിൽ പഴയ ചോദ്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ എടുത്ത് കുറച്ച് അങ്ങോട്ട് മാറ്റിയൊക്കെ ഇട്ട്. അപ്പം ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചറാണെങ്കിൽ ഒരു ഫസ്റ്റ് MAക്ക് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ച കുട്ടികൾ മാറിപ്പോയല്ലോ. അപ്പോൾ ആ ചോദ്യം തന്നെ ഞാൻ ചിലപ്പോൾ അത് കോർഡിനേറ്ററൊക്കെ ആകുമ്പം ടീച്ചർ ആ 2002 വെട്ടിയിട്ട് 2003 ആക്കിയിട്ട് ആ പഴയ തന്നെ അങ്ങ് എടുത്തു തരുന്നത്. പക്ഷെ ഞാനങ്ങനെയല്ല, ഞാൻ ഓരോ വർഷം പുതിയ ചോദ്യം ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ കുഴപ്പത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു ജോലിയിൽ നമ്മൾ കൂടുതൽ ആത്മാർത്ഥത കാണിച്ചാലും ചിലപ്പം പ്രശ്നങ്ങൾ വരും. അപ്പം അങ്ങനെ ഉണ്ടായൊരു പ്രശ്നമാണ്. അപ്പം ഞാനിങ്ങനെ ഈ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാനുള്ള ഒരു ചോദ്യം, അപ്പം ഈ പഞ്ച്വേഷൻ എന്ന് പറയുന്ന ചിഹ്നങ്ങൾ ഏതൊക്കെയാണ് ഉചിതമായിട്ട് ഇടേണ്ടത്, എവിടേക്കാണ് ഇടേണ്ടത് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു ഈ എഴുത്തോല എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ വളരെ ലളിതമായിട്ടുള്ള ഭാഷാശുദ്ധി വരാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളാണ് BComകാർക്കുള്ളത്. അപ്പം അതിൽ ഈ എവിടെയാണ് ഈ ഫുൾ സ്റ്റോപ്പ് വേണ്ടത്, എവിടെയാണ് ഹൈഫൻ വേണ്ടത്, അല്ലെങ്കിൽ കുത്ത് കോമ അങ്ങനെയൊക്കെ ഉള്ളത് അതെ. അപ്പൊ അതിൽ എങ്ങനെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ ഓരോന്നോരോന്ന് എടുത്താണ് പഠിപ്പിക്കുന്നത്, പാഠം തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാനങ്ങനെ എല്ലാം ഈ പഠിപ്പിച്ച എല്ലാ ചിഹ്നങ്ങളും വരാൻ ഭാഗത്തിന് ഏതെങ്കിലും ഒരു സംഭാഷണ ശകലം ഒരു ഭാഗം ഇട്ടിട്ട് അവിടെ ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്തെഴുതുക എന്ന് ചോദ്യം. അതാണ് ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്തെഴുതുക, അത് ചോദ്യം. പിന്നെ അതിന് കൊടുക്കുന്ന ഒരു പാസേജ്, ഒരു സംഭാഷണ ശകലമാണ് ഇങ്ങനെ PT കുഞ്ഞുമുഹമ്മദിന്റെ ലേഖനത്തിൽ. അതെനിക്ക് മനപ്പാടമായിരുന്നു. അത് ഞാൻ വേറെയും കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് ഈ ആധുനിക സാഹിത്യമാണ് ഞാൻ കൂടുതലും ക്ലാസ്സുകളിലൊക്കെ, പ്രത്യേകിച്ച് MA ക്ലാസ്സുകളിലൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ആധുനിക കവിതയൊക്കെയാണ്. അപ്പോൾ ആധുനിക സാഹിത്യത്തിലൊക്കെ ഈ ബ്ലാക്ക് ഹ്യൂമർ, ആധുനിക സാഹിത്യം എന്ന് പറയുന്നത് ജീവിതം നിരർത്ഥകമാണ്, ജീവിതം ശൂന്യമാണെന്നൊക്കെ ഉള്ള ഒരു ഫിലോസഫി ആവിഷ്കരിക്കുന്നതാണ്. അപ്പം ദൈവവിശ്വാസമൊക്കെ പോയ അങ്ങനെയുള്ള ഒരു ജനവർഗത്തിനുണ്ടാകുന്ന ഒരു ശൂന്യതാബോധം, അപ്പം ദൈവം അപ്രത്യക്ഷമായിട്ടുള്ള ഒരു കാലത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ശൂന്യതയെക്കുറിച്ചൊക്കെയാണ് പലപ്പോഴും ഈ ആധുനിക സാഹിത്യത്തിലൊക്കെ ആധുനിക സാഹിത്യത്തിൽ അതിൻ്റെ ഫിലോസഫി അതാണ്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുമ്പം ഈ ഫലിതത്തെ പോലും അല്ലെങ്കിൽ ഹ്യൂമറിനെ പോലും അവർ വേറെ രീതിക്കാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഹ്യൂമർ നമ്മളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആധുനിക സാഹിത്യത്തിലെ ഹ്യൂമർ നമ്മളെ ചിരിപ്പിക്കുകയല്ല, നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ബ്ലാക്ക് ഹ്യൂമർ എന്ന് പേര് പറയുന്നത്. ഇപ്പം വെയിറ്റിംഗ് ഫോർ ഗോദോ എന്നൊക്കെ പറഞ്ഞ നാടകം നോബൽ സമ്മാനം കിട്ടുന്നതാണ്. അതിൽ ഈ പറഞ്ഞ ബ്ലാക്ക് ഹ്യൂമറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അപ്പം അതിലെ ഒരു കഥാതന്തു എന്ന് പറയുന്നത് ദൈവത്തെ കാത്ത് രണ്ടുപേരങ്ങനെ ഇരിക്കുവാണ്. അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം എല്ലാം പരിഹാരം ആയിട്ട് ദൈവം വരും, ദൈവത്തെ കാത്ത്. വെയിറ്റിംഗ് ഫോർ ഗോദോ എന്നാണ്.
അപ്പോൾ ഒരു വിശ്വാസം ഗോതം എന്ന് പറയുന്നത് ദൈവമാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പം ദൈവത്തെ കാത്തുന്നതാണ് മലയാള പരിഭാഷയൊക്കെ. അപ്പം ദൈവത്തെ കാത്തിരിക്കുന്ന 2 പേര് അങ്ങനെ കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന് അവർക്ക് അവസാനം മനസ്സിലായി ദൈവം വരത്തില്ല, തങ്ങളുടെ രക്ഷകനായിട്ട് തങ്ങളെ രക്ഷിക്കാൻ ദൈവം വരില്ല എന്ന് മനസ്സിലായെങ്കിലും അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാത്തിരിക്കാൻ വിധിക്കപ്പെട്ട അവരാണ്. അവർക്ക് ഈ കാത്തിരിപ്പ് ഉപേക്ഷിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം വരില്ല എന്നുള്ള ഉറപ്പുണ്ട്, പക്ഷേ കാത്തിരിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയാണ് ഈ കഥാപാത്രങ്ങൾ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന നാടകത്തിലൂടെ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ പി.ടി. കുഞ്ഞുമുഹമ്മദ് ലേഖനത്തിലെ ഈ ഡയലോഗ് അതുപോലെയുള്ള ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ഒരു തലത്തിലുള്ളതാണെന്ന് ഉള്ളതുകൊണ്ട് ഞാനത് ഈ ആധുനിക സാഹിത്യം പഠിപ്പിക്കുമ്പോഴും ബ്ലാക്ക് ഹ്യൂമർ പഠിപ്പിക്കുമ്പോഴും ഒക്കെ എടുത്ത് ക്ലാസ്സുകളിൽ ഉദ്ധരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഭ്രാന്തൻ ദൈവത്തെ വിളിക്കുകയാണ്, പടച്ചോനെ. ദൈവം അതിന് വിളി കേൾക്കണേ, എന്താടാ നായിൻ്റെ മോനെ. അപ്പോൾ അവിടെ തന്നെ ഒരു ഹാസ്യമുണ്ട്. ഹാസ്യത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ഒരു തത്വം എന്ന് പറയുന്നത് നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നു, മറ്റൊന്ന് സംഭവിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ സംഭവിച്ചാൽ അതിനകത്ത് തമാശയില്ല. അപ്പം ദൈവത്തെ വിളിച്ച് പടച്ചോനെ എന്നൊക്കെ വിളിക്കുമ്പോൾ ദൈവം നമ്മുടെ സങ്കല്പത്തിൽ എന്താണ്? പരമകാരുണ്യകനാണ്, എന്താണ് വത്സ അല്ലെങ്കിൽ മോനെ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് എന്താടാ നായിൻ്റെ മോനെ എന്നാണ് ചോദിക്കുന്നത്. അവിടെ തന്നെ ഹാസ്യമുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും ഇയാൾ ദൈവത്തെ വിളിച്ച് ചോദിക്കുന്നത് വലിയ കാര്യമായിരിക്കുന്നു. അപ്പം ദൈവത്തെ ഈ പറയുന്ന ഭ്രാന്തൻ ദൈവത്തോട് ചോദിക്കുന്നത് ഒരയല അത് മുറിച്ചാൽ എത്ര കഷ്ണമാണെന്നാണ്. അപ്പോൾ അവിടെ ഒരു ഹാസ്യമുണ്ട്, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം. പിന്നെ ഈ ദൈവത്തിൻ്റെ തന്നെ മറുപടി വളരെ പ്രസക്തമാണ്. 3 കഷ്ണമാണെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നായേ. ഇത് ഇന്നലെ ചോദിക്കാൻ തുടങ്ങുന്നില്ല ഇയാളിനി ഇടയ്ക്കിടയ്ക്ക് ദൈവത്തെ വിളിക്കും. എന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? ഒരയല അത് മുറിച്ചാൽ എത്ര കഷ്ണമാണ്. അപ്പം ദൈവം അത് പറഞ്ഞു കൊടുത്ത 3 കഷ്ണമാണെന്ന് പറഞ്ഞു പിന്നെ ഇത് 151ാമത്തെ പ്രാവശ്യമാണെന്ന് വിചാരിക്കുക. ദൈവത്തിന് ദേഷ്യം വരാതിരിക്കുമോ? ദേഷ്യം വരും. അപ്പം ഒരേ ദൈവത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയാലാണ് ഈ പറയുന്ന നിസ്സാര ചോദ്യം അതിന് ഉത്തരം പറഞ്ഞു, കാരുണ്യകനാണല്ലോ. പക്ഷേ 151ാമത്തെ തവണ ചോദിക്കുമ്പോൾ ദേഷ്യം വരികയല്ലേ? അതുകൊണ്ട് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷമായിട്ടാണ് നായിൻ്റെ മോനെ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പം ഇവിടെ ഈ വെയിറ്റിംഗ് ഫോർ ഗോദോയിലും ഇതിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന നാടകത്തിൽ ദൈവത്തെ കാത്തിരിക്കുകയാണ്, ദൈവം വരുന്നില്ല. ഇവിടെ ദൈവം വരുന്നുണ്ട്, ഇവന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവന് എത്ര മറുപടി കൊടുത്താലും ഇവനും മതിയാവില്ല. ദൈവത്തിന് പോലും ഇവനെ രക്ഷിക്കാൻ പറ്റുകയില്ല. അപ്പം ദൈവം വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ പറ്റാത്ത ഒരു പതനത്തിലെത്തിയ മനുഷ്യന്റെ കഥയാണ് ഈ പറയുന്ന ചെറിയ ഡയലോഗ് പറയുന്നത്. ഇപ്പം സാമുവൽ ബക്കറ്റിൻ്റെ നോവലിനേക്കാളും കൂടുതൽ ദാർശനികതയുള്ളതാണ് ഈ പി.ടി. കുഞ്ഞുമുഹമ്മദ് ഈ പറയുന്ന ലേഖനത്തിലൂടെ ഭ്രാന്തൻ്റേതായിട്ട് ഉദ്ധരിച്ച് ചേർത്ത ഇത് എന്ന് ഞാൻ സ്വയം ഇങ്ങനെ വ്യാഖ്യാനിച്ച് അതൊക്കെ പറഞ്ഞാണ് ഞാൻ എൻ്റെ ആധുനിക സാഹിത്യത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഗഹനമായിട്ടുള്ള ചിന്തയാണല്ലോ അവിടെ നടക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാരണം ഇതെനിക്ക് മനപ്പാടമായിരുന്നു. അതുകൊണ്ട് ആ പുസ്തകത്തിൽ ഇത് എടുത്ത് ചേർത്തെന്ന് പറഞ്ഞാലും അപ്പോൾ ഞാൻ പുസ്തകം നോക്കി എടുത്തതല്ല, എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഈ ഡയലോഗ് അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ആ ഡയലോഗ് ഇവിടെ വീട്ടിലുള്ളവർക്കും അറിയാമായിരുന്നു. ഞാനിങ്ങനെ അയിലയൊക്കെ മീൻ വെട്ടാനൊക്കെ പോകും, ചിലപ്പോൾ മീൻ വെട്ടും. അപ്പോൾ അയിലയൊക്കെ വെട്ടുന്ന സമയത്തൊക്കെ ചിലപ്പം ഈ ഡയലോഗൊക്കെ അറിയാതെ പറഞ്ഞ് രസിച്ചിട്ടാണ്. അതുകൊണ്ട് ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ ഈ ഡയലോഗ് അറിയാം. അതുകൊണ്ട് ഈ ഡയലോഗ് എടുത്ത് ചേർത്തപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തൊരു വിഷമമൊന്നും തോന്നിയില്ല. അപ്പം അങ്ങനെ ഉള്ളതല്ലാതെ മതനിന്ദ എന്ന് പറഞ്ഞൊരു സംഗതി നമ്മുടെ മനസ്സിൽ കൂടെ പോയിട്ടില്ല. പിന്നെ അതിൻ്റെ അകത്ത് നമുക്കൊരു ഇടുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ട്. അതായത് നായിൻ്റെ മോനെ എന്നുള്ളൊരു പ്രയോഗം ഉണ്ടല്ലോ, അത് കുട്ടികളെ അല്ലെങ്കിൽ അങ്ങനെ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ അങ്ങനെ ചെയ്യാമോ എന്നുള്ളതാണ്. അപ്പം ഞാനിത് അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പം നമ്മളിങ്ങനെ ഈ ദൈവത്തെയും മനുഷ്യരെയും എല്ലാം സാഹിത്യത്തില എല്ലാ കഥാപാത്രങ്ങളാണ്. ഇത് 18 വയസ്സ് പൂർത്തിയായി വോട്ടവകാശമുള്ള കുട്ടികളാണ് ഇത് പഠിപ്പിക്കുന്നത്. സാഹിത്യത്തിൻ്റെ ക്ലാസ്സാണത്. സാഹിത്യത്തിൽ ഇങ്ങനെ എത്രയോ തെറിവാക്കുകൾ, അതായത് ഭാഷയ്ക്ക് ഒരു ഊർജം കിട്ടുന്നത് ഈ തെറിവാക്കും കൂടെ ചേരുമ്പോഴാണ്.
വൈലോപ്പിള്ളിയുടെ പിന്നെ കവിതയിലൊക്കെ തേവടിശി മക്കളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിക്കുന്നുണ്ട്. എന്തിനറിയാം, ഈ ബൈബിളിൽ ഞങ്ങളൊക്കെ പിന്നെ പഠിച്ചിട്ടുള്ള പുതിയ നിയമത്തിൽ യേശു ഇങ്ങനെ വിളിക്കുന്നുണ്ട്. യേശു ഇങ്ങനെ വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് വിളിക്കുന്നുണ്ട്. സ്നാപകയോഹന്നാൻ ഇങ്ങനെ തൻ്റെ അടുക്കൽ മാമോദീസ സ്വീകരിക്കാൻ വന്നിട്ടുള്ള പിന്നെ വിശ്വാസികളോട് അണലി സന്തതികളെ എന്ന് വിളിക്കുന്നുണ്ട്. അണലി സന്തതികളെന്നാണ് വിളിക്കുന്നത്. അപ്പം അണലി സന്തതി എന്ന് വിളിക്കുന്ന പോലെയല്ലോ നായിൻ്റെ മോനെ നമ്മൾ വിളിയുള്ളൂ. അപ്പം അതിനൊരു ന്യായം ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒരു ന്യായം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അത്രയും വിചാരിച്ചിട്ടാണ്. അതായത് സാഹിത്യത്തിൻ്റെ ക്ലാസ്സാണ്. അവിടെ ഈ പറയുന്ന ഈ പരുഷ വാക്കുകൾ, തെറിവാക്കെന്ന് പറയുന്നില്ല, ദേഷ്യം വരുമ്പോൾ നമ്മൾ പരുഷ വാക്കല്ല പറയേണ്ടത്. ഇപ്പം ഈ ഭാഷയിലുള്ള ഈ പരുഷ വാക്കുകൾ മുഴുവനും എടുത്തു കളഞ്ഞാൽ പിന്നെ ഭാഷയ്ക്കൊരു ആർജവത്വമുണ്ടോ? നമ്മുടെ ഒരു കോപം അതൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെറിവാക്കുകളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ആധുനിക സാഹിത്യത്തിലൊക്കെ ആണെങ്കിൽ ഈ ധ്വനിയാണ്. എന്താണ് കാവ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്വനിയാണ് കാവ്യം. കാവ്യത്തിൻ്റെ, അതായത് നമ്മൾ ഇങ്ങനെ പറയുന്നതിൻ്റെ ധ്വനിയാണ് അതിൻ്റെ കാവ്യാംശം. അലങ്കാരമാണെന്നൊക്കെ പറഞ്ഞാൽ അവസാനം പറയുന്നത് ധ്വനിയാണ്. അപ്പം പുതിയ കവിതയിൽ ഈ ധ്വനിയേ ഉള്ളൂ, വാച്യാർത്ഥം വ്യംഗ്യാർത്ഥമൊന്നുമില്ല, ധ്വനിയാണ് എന്ന് പറഞ്ഞാൽ ഈ ധ്വനിപ്പിക്കാൻ ഒരു തെറിവാക്കിനെ പോലെ അർത്ഥത്തിന് പ്രസക്തിയില്ല. നമ്മളൊരു തെറി പറഞ്ഞാൽ അത് ധ്വനിപ്പിക്കുന്ന അയാളിലുള്ള വെറുപ്പും പകയും വിദ്വേഷം മുഴുവനും അതിലൂടെ എങ്ങനെ കലർന്നിട്ടുണ്ട്. അപ്പം തെറിവാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്വന്യാത്മകമാണ്, കവിതയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണെന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. അപ്പം അത് ഭാഷയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭാഷയ്ക്കൊരു ജീവനില്ലാതായും. എല്ലാവരും ഭക്ത വത്സല മോനെ എന്ന് മാത്രം വിളിച്ചാലേ, അരിശം വന്നാലും മോനെ എന്ന്, അരിശം വന്നാലും മോനെ എന്നൊക്കെ ആൾക്കാർ വിളിക്കും. പക്ഷെ അതിന് വേറെ ഒരു വാക്കതിനെ പുറകെ ചേർത്തിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ന്യായം നമുക്കുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു പിന്നെ ഈ ശകലം ഇങ്ങനെ ഈ നായൻ്റെ മോനെ എന്നുള്ള വാക്ക് ചേർത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ന്യായം നമുക്ക് പറയാനുണ്ടല്ലോ. പക്ഷേ വേറെ ഇങ്ങനെ ഈ ചോദ്യമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ ചെക്കിങ് അങ്ങനെയൊന്നും നടത്തില്ല? ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി അല്ലല്ല, അത് ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയിട്ട് DTP പിന്നെ ഓപ്പറേറ്ററിൻ്റെ അവിടെ പോയി പുള്ളിക്കാരത്തെ കൊണ്ട് പിന്നെ ഇത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചു. അപ്പം ഇത് പിന്നെ ഈ ഡയലോഗ് വായിച്ചപ്പം പുള്ളിക്കാരത്തിന് ചിരിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് സാർ തന്നെ എഴുതാണെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, അത് ഞാൻ തന്നെ എഴുതല്ല, വേറൊരു പുസ്തകത്തിൽ നിന്ന് എടുത്തതാണെന്ന്. അത്രയും ഉണ്ടായതിനാണ് DTP ഓപ്പറേറ്റർ പിന്നെ അത് തടസ്സം പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞതാണ്, ചൂണ്ടിക്കാണിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നീട് DTP ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSLC ഞങ്ങളുടെ പാസ്സായ ഒരു കുട്ടിയാണ്, പ്രീ ഡിഗ്രി പാസ്സായി കാണും. അവരുടെ ഡെയിലി വേജസിന് ഇരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് എന്നെ ഉപദേശിക്കാനോ ഞാൻ ഒരു പ്രൊഫസർ എഴുതിയതിൻ്റെ അത് വേണമെന്ന് പറയാനോ പറ്റുമോ? അപ്പോൾ ആ കുട്ടി കണ്ടിട്ട് എൻ്റെ അത് ചിരിച്ചിരുന്നു. ഞാനോർത്ത് തന്നെ തമാശ ഓർത്ത് ചിരിച്ചാണ്. അപ്പം പിന്നീട് അത് പിന്നെ വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചു എന്നേ ഉള്ളൂ. പിന്നീടത് പ്രിൻസിപ്പൽ കാണേണ്ട കാര്യമൊന്നുമില്ല. പ്രിൻസിപ്പലിന് എല്ലാ ചോദ്യങ്ങളും വായിച്ചിട്ട് അപ്രൂവൽ ചെയ്യാൻ പറ്റിയല്ല. പക്ഷേ പ്രിൻസിപ്പലിനാണ് അതിൻ്റെ നിയമപരമായ ഉത്തരവാദിത്വം. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പ്രതി പ്രിൻസിപ്പലാണ് ആകേണ്ടത്. പക്ഷെ അത് അവർ പ്രിൻസിപ്പലിനെയൊക്കെ ആക്കാതെ എന്നെ മാത്രമാക്കി പോലീസും രാഷ്ട്രീയക്കാരും കൂടെയൊക്കെ നോക്കിയിട്ട് എന്നെ മാത്രമാക്കിയതാണ്. ഇതിനകത്ത് ശരിക്കും മതം ഉണ്ടെന്നിരിക്കുക. ഞാനിതിനകത്തൊരു 5ാമത്തെ പ്രതി, അവസാനത്തെ പ്രതി മാത്രമാവുള്ളൂ. ആരാണ് 1ാം പ്രതി? ഇത് പബ്ലിഷ് ചെയ്ത ആളാണ്, പ്രിൻസിപ്പലാണ് പബ്ലിഷ് ചെയ്തത്. പിന്നെ അത് ഞാൻ എഴുതി ഉണ്ടാക്കിയ സാധനമൊക്കെ ചവറ്റുകൊട്ടലാണ് എടുക്കുന്നത്. ഇത് DTP എടുത്ത ആൾ, ക്ലാസ്സിൽ വിതരണം ചെയ്ത ആൾ, 1ാമത് പ്രിൻസിപ്പൽ, 2ാമത് ക്ലാസ്സിൽ ചോദ്യപേപ്പർ വിതരണം ചെയ്ത ഇൻവിജിലേറ്റർ, 3ാമത് DTP എടുത്ത ആൾ, 4ാമത് ഞാൻ എഴുതി ഉണ്ടാക്കിയത്. അതാണ് നിയമത്തിന് മുമ്പിൽ വരുമ്പോൾ. പക്ഷേ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഈ കാര്യത്തിൽ ഞാൻ തന്നെയാണ് എല്ലാം. അതുകൊണ്ട് എനിക്കതിലും വിഷമമൊന്നുമില്ല. കാരണം അവരെ നിയമത്തിൻ്റെ പിന്നെ രീതിയിൽ നിയമപരമായിട്ട് പിന്നെ ഇപ്പം കോടതിയിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ്. കോടതിയിലെ കേസ് എൻ്റെ പേരിൽ തന്നെ നിൽക്കാൻ അത് അന്ന് തന്നെ അറിയാമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ കോടതിയിൽ ആ കേസ് പിന്നീട് 2013 ഗവൺമെൻറ്റിൻ്റെ എല്ലാ അപ്രൂവൽ കിട്ടിയിട്ടും അതെന്താ കേസൊക്കെ ആണെങ്കിൽ കേസ് എടുത്ത് റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം. 253A എന്നൊക്കെ പറഞ്ഞ വകുപ്പ് ചേർക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ അത് ഗവൺമെൻറ് അനുവാദമൊക്കെ കിട്ടി വന്നപ്പോൾ 2013 കാലമായി, 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് കോടതി വന്നപ്പോൾ ഞാൻ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തു. അപ്പം കോടതി ആ പെറ്റീഷൻ അംഗീകരിച്ച്. പിന്നെ നമ്മൾ തെളിവൊന്നും കൊടുക്കുന്നില്ല, ഈ പോലീസ് കൊടുത്ത റിപ്പോർട്ട് മാത്രം നോക്കിയിട്ട് ഇതിൻ്റെ അകത്തൊരു കുറ്റകൃത്യമില്ല. ഒരു കേസ് വേണമെങ്കിൽ കുറ്റകൃത്യം വേണ്ടേ?
ഇതിനകത്തൊരു കുറ്റകൃത്യമില്ല. ഞാനൊരു ചോദ്യം ഇട്ടു, അത് മുഹമ്മദ് എന്നുള്ളൊരു പേര് ചേർത്തു. ഈ ഭ്രാന്തൻ മുഹമ്മദ് എന്നുള്ള പേര് നമ്മൾ പി ടി കുഞ്ഞുമുഹമ്മദിൻ്റെ പേര് ചുരുക്കിയിട്ടതാണ്. അപ്പം മുഹമ്മദ് എന്നുള്ള പേര് ചേർത്തപ്പം അത് പ്രവാചകനെ പ്രവാചകനെ നിന്ദിക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് എന്ന് ഈ മുസ്ലിം സഹോദരങ്ങൾ തെറ്റായിട്ട് ധരിച്ചു. എന്നിട്ട് അവർ വിവാദം ഉണ്ടാക്കി. തെറ്റ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആർക്കാ പറ്റത്? മുസ്ലിങ്ങൾക്കാണ്, മുസ്ലിം സഹോദരങ്ങൾക്കാണ്. അവർ ഞാനിട്ട മുഹമ്മദ് എന്നുള്ളൊരു സാധാരണ പേര് മുഹമ്മദ് നബിയുടെ പേരാണ്, നബിയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടുണ്ടായ വിവാദമാണെന്നാണ് കോടതി ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്. അപ്പം അങ്ങനെ തന്നെ ഒരു ക്രൈം നടന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് കേസെടുക്കുന്നത്? അങ്ങനെയാണ് എന്നെ കുറ്റമുക്തനാക്കുന്നത്. ഇനി അഥവാ പിന്നെ കോടതി നിരീക്ഷിക്കുന്നുണ്ട്, ഇനി അഥവാ ഇതൊരു മതഗ്രന്ഥമായിരുന്നുവെങ്കിൽ ഇതിൻ്റെ പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് പ്രിൻസിപ്പലാണ്. പ്രിൻസിപ്പലിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഞാൻ അക്കാഡമിക്കായിട്ട് നോക്കിയാൽ എന്നോട് കോടതി പറഞ്ഞു, അതും പറഞ്ഞു. അപ്പം പിന്നെ പ്രിൻസിപ്പലാണല്ലോ എന്നോട് ചോദ്യ പേപ്പർ ഇടാൻ പറഞ്ഞത്. ഞാൻ ചോദ്യം ഉണ്ടാക്കി, പ്രിൻസിപ്പലിന് കൊടുത്തു. പ്രിൻസിപ്പലാണ് അത് അപ്രൂവ് ചെയ്യേണ്ടത്. പ്രിൻസിപ്പൽ അപ്രൂവ് ചെയ്ത് ആ പ്രിൻസിപ്പൽ അത് DTP എടുപ്പിച്ച് പ്രിൻസിപ്പൽ ആൾക്കാരെ കൊണ്ട് വിതരണം ചെയ്യിപ്പിച്ച് കുട്ടികൾക്ക് കൊടുത്താണ്. അതിനെല്ലാം നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വം പ്രിൻസിപ്പലിനാണ്. അപ്പം ആ നിയമത്തിൻ്റെ പിന്നെ കാര്യം കൂടി ഈ കോടതി ഈ ജഡ്ജ്മെൻറ്റിൽ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് പ്രിൻസിപ്പൽ അതിനെതിരായിട്ട് ഇതിനെതിരായിട്ട് അപ്പീൽ പോയത് ഹൈക്കോടതിയിൽ. അപ്പം പ്രിൻസിപ്പലിന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രിൻസിപ്പലിന് ഒന്നും ചെയ്യണ്ട. ഇങ്ങനൊരു പരാമർശമുള്ളത് പ്രിൻസിപ്പലിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് പ്രിൻസിപ്പല് വേറെ ആരും പോയില്ല. ഈ പറയുന്ന മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ ഒന്നും എന്നെ കുറ്റമുക്തമാക്കിയ കേസിൽ അപ്പീലിന് പോയില്ല. പ്രിൻസിപ്പലാണ് പോയത്. എന്നെ അത് തിരിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടവും കൂടെ ആയിരുന്നു. അപ്പം തിരിച്ചെടുത്തതിന് ശേഷം പിന്നെ അവർ ആ കേസ് ഫോളോ അപ്പ് ചെയ്തില്ല. അത് അങ്ങനെ പോയി. നമ്മൾ ഇത്രയും നാൾ നമ്മുടെ കൂടെ നിന്നുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാർ, നമ്മുടെ സ്വന്തം ആണെന്നുള്ള രീതിയിൽ ഏത് സാഹചര്യത്തിലും ഒപ്പം നിന്ന ആൾക്കാർ ഈ ഒരു കേസ് ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ കൂടെ നിൽക്കാതിരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായില്ലേ? ഇപ്പോൾ കത്തോലിക്ക സഭേനെ തന്നെ പറഞ്ഞു, പിന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട അവർ സ്കൂൾ മാനേജ്മെന്റും അവരൊന്നും കൂടെ നിന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അവർ കൂടെ നിന്നില്ല എന്ന് മാത്രമല്ല, അവർ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. പക്ഷെ എൻ്റെ കൂടെ നിന്ന സഹപ്രവർത്തകർ കുറേ പേരുണ്ട്. അപ്പോൾ ആ സമയത്ത് മാനസികമായിട്ട് നമ്മൾ തളരുന്ന അവസ്ഥ തന്നെ ആയിരിക്കും. എന്നാലും കുറച്ച് പേരുണ്ടായിരുന്നു എൻ്റെ സഹപ്രവർത്തകർ, 3-4 പേര്, 3-4 അതിൽ കൂടുതൽ പേര്. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. എല്ലാവർക്കും ഇങ്ങനെ മാനസികമായിട്ട് പിന്നെ നമ്മളോട് അനുഭവം ഉണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ വരാനുള്ള ധൈര്യമൊന്നും പലർക്കും ഉണ്ടാവില്ല. പക്ഷേ പിന്നെ അങ്ങനെ ധൈര്യപ്പെട്ട് എന്നോടൊപ്പം നിന്ന അധ്യാപകരൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരും ഈ മാനേജ്മെന്റിന്റെ അപ്രീതിക്ക് പാത്രമാവുകയും HOD സ്ഥാനമൊക്കെ കിട്ടാനുള്ളവർ അത് കിട്ടാതെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ നിന്നു എന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട്. ആ അധ്യാപകൻ്റെ ഒക്കെ ശിഷ്യന്റെ കീഴിൽ ശിഷ്യൻ HOD ആയിട്ട് പിന്നെ അധ്യാപകനായിട്ട് കോളേജിൽ ജോലി ചെയ്യേണ്ട ഒരവസ്ഥ, ഗതികേടൊന്നും പറയേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ അവനോടൊപ്പം നിന്നവരെ പോലും തിരിഞ്ഞ് പിടിച്ച് ഉപദ്രവിച്ചിട്ട് ഉള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ആളുകൾ നമ്മളോടൊപ്പം പിന്നെ എനിക്ക് ആരും ഇല്ലാതെ പോയി എന്ന് തോന്നുന്നത് ഈ പറയുന്ന ചോദ്യപേപ്പർ വിവാദം ഉണ്ടായി ആ ദിവസങ്ങൾ, പിന്നെ ജയിലിലൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഈ ആക്രമണം ഉണ്ടാകുന്ന സമയം വരെ 2-3 മാസം അന്ന് ഏതാണ്ട് ഒറ്റപ്പെട്ടതുപോലെയായിരുന്നു ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞത്. ആ സമയം ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടായല്ലോ. അല്ല, ഒളിവിൽ ആദ്യം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വന്ന് കീഴടങ്ങി ജയിലിൽ പോയി. ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി വന്നു. അന്നും കുറച്ച് സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്നാലും മൊത്തത്തിൽ നമ്മുടെ സഭയോ കോളേജിൻ്റെ അധികാരികളോ ഈ ഗവൺമെൻറ് തന്നെയോ നമ്മളോടൊപ്പം നിന്നില്ല. ആ സമയത്ത് ഇങ്ങനെ എന്നെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മുസ്ലിം തീവ്രവാദികൾ 2-3 തവണ നേരത്തെ വന്നിരുന്നു. അതൊക്കെ നമുക്ക് മനസ്സിലാവുകയും പോലീസിൽ പിന്നെ രേഖാമൂലം ഞാൻ പരാതി കൊടുത്തിട്ട് ഒരു അന്വേഷണം പോലും നടത്തിയില്ല. അതായത് ഈ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് ഞാനുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അത്രയും ഭവനവേദനം പോലും നടത്തിയതായിട്ട് DYSPക്ക് ഞാൻ നേരിട്ട് എഴുതി കൊടുത്ത പരാതിയിന്മേലൊരു നടപടി അവരെടുത്തില്ല. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റോ സഭയോ മാധ്യമങ്ങളോ ഒന്നും തന്നെ അന്ന് എന്നോടൊപ്പം ഇല്ലാതിരുന്ന ആ ഒരു 2-3 മാസം. എന്നാലും നമ്മൾ ഇങ്ങനെ ഭഗവത്ഗീതയിലെ ഒരു വാക്യം പറയുന്ന പോലെ ലോകം മുഴുവനും നിനക്കെതിരായാലും നീ നിനക്കെതിരാവരുത്. അപ്പം അങ്ങനെ ലോകം മുഴുവനെതിരായാലും ഞാൻ എനിക്കെതിരാകുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2-3 മാസം എപ്പം വേണേലും കൊല്ലപ്പെടാമെന്ന് വിചാരിച്ച് തന്നെയാണ് അന്ന് നടന്നത്. അപ്പോൾ അങ്ങനെ ആ 2-3 മാസക്കാലം
അല്പം ഒറ്റപ്പെടലിൻ്റെയൊക്കെ ഉള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ എന്നെ ആക്രമിച്ചതോടുകൂടി പിന്നീട് ജനങ്ങൾ എന്നോടൊപ്പം ചേരുകയുണ്ടായി. ഈ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? ആക്രമണം പ്രതീക്ഷിച്ചെന്നെ കൊല്ലപ്പെടുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. അപ്പൊ ആ ഒരു നിമിഷം തന്നെ വല്ലാണ്ട് തോന്നുന്നുണ്ട്. ഞാനത് എൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഇപ്പം 52 വയസ്സുണ്ട് അന്ന്. അപ്പോൾ 52 വയസ്സ് വരെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊക്കെ ജീവിച്ചതല്ലേ. എത്രയോ പേര് ഇതിനു മുമ്പ് ഈ പ്രായമാകാതെ മരിച്ചു പോകുന്നുണ്ട്. ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളൊക്കെ മതി എന്ന് ഞാനങ്ങ് വിചാരിച്ചു. അങ്ങനെ പിന്നെ മരിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ വേണ്ട ഉപദേശമൊക്കെ കൊടുത്ത് അങ്ങനെ റെഡിയായിട്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആക്രമണം നടന്ന് മരിച്ചില്ല എന്ന് വന്നപ്പോൾ ഒരു ആശ്വാസമാണ് തോന്നുന്നത്. കൈക്കും കാലിനൊക്കെ പരിക്ക് ഏറ്റെങ്കിലും മക്കൾക്കും ഭാര്യയ്ക്ക് പോലും അത് ഇത്ര പറ്റുള്ളല്ലോ, കൈ വെട്ടി പോയി വലത് കൈ വെട്ടി എറിഞ്ഞാൽ ഇത്ര എറിഞ്ഞുള്ളല്ലോ, ഇത്ര പറ്റുള്ളല്ലോ, ആളുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയാണ്, ആശ്വാസമാണ് ആക്രമണം കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ വീട്ടിലുള്ളവർക്കുണ്ടായത്. പക്ഷേ പുറത്തുള്ളവർക്ക് എന്നോട് അനുഭവം വന്നു, ധാരാളം പേര് എന്നെ കാണാൻ വന്നു, ധാരാളം സഹായങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി. അന്ന് മുതൽ എന്നെ ആളുകൾ ചേർത്ത് പിടിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പം ധാരാളം ആളുകൾ എന്നെ ഉപേക്ഷിച്ചാലും അതിനേക്കാൾ കൂടുതൽ ആളുകൾ നാനാ തുറകളിലും പെട്ടവരെ എന്നെ സഹായത്തിനെത്തി. ഇപ്പോഴും ചില സുഹൃത്തുക്കൾക്ക് നമ്മളെ വിട്ടുപോയെങ്കിലും എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ, എൻ്റെ സുഹൃത്ത് വലയം വർദ്ധിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെമ്പാടും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ എന്നോടൊപ്പം ഉണ്ട്. ഈ കൈ ഇവിടെ നിന്ന് പോയപ്പോൾ പിന്നെ ഇതുപോലൊരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായോ? കൈ പോയി വണ്ടിയെ കയറ്റുന്ന സമയത്ത് തന്നെ കയറ്റുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കൈയും കൂടെ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാണ് കൈ അവിടെ അന്വേഷിക്കാൻ പോയത്. അപ്പം കൈ വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെന്ന് എൻ്റെ ഒരു അധ്യാപകൻ്റെ കൈ പണ്ട് അങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയില്ല. അത് ട്രെയിനിൽ കയറിപ്പോയത്. അതുകൊണ്ട് പിന്നെ വെപ്പുകയായിരുന്നു. മകരാജ് കോളേജിൽ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ്റെ കൈ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം കൈ എടുത്തോളം പറഞ്ഞ ഞാനാണ്. പക്ഷെ അന്നേരം കൈ കിട്ടിയില്ല, അവിടെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്നെ മൂവാറ്റുപുഴ നമ്മളെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ഫസ്റ്റ് എയ്ഡൊക്കെ തന്ന് ആംബുലൻസിൽ എറണാകുളത്തിന് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന്, ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് അവിടെ കാർപ്പുറത്തിൻ്റെ അവിടെ മുറ്റത്തും ചരലിൽ കിടന്ന് കൈ കിട്ടിയിട്ട് ഇവിടെ അയൽക്കാരനായൊരു സാറ് അതൊരു പ്ലാസ്റ്റിക് ഉള്ളിലാക്കി വെച്ചത്. അന്നേരം പോലീസ് വന്നു. ഈ സംഭവം നടക്കുമ്പോൾ തന്നെ മോൾ പോലീസിനെ വിളിച്ചിരുന്നു. അപ്പം പോലീസ് വന്നപ്പോൾ ഇത് അവരാദ്യം ചെയ്തത് എൻ്റെ കൈപ്പത്തി നിർമ്മല ആശുപത്രിയിൽ എത്തിച്ചു. ഞങ്ങൾ പോകുന്ന കൂട്ടത്തിൽ അത് ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ പൊതിഞ്ഞ സിസ്റ്റർ കൈ പിടിച്ചാണ് കൊണ്ടുപോയത്. അപ്പോൾ അത് അപ്പം ഈ ഒരു ഭയം എനിക്ക് അങ്ങനെ പണ്ട് മുതലേ അത്രയില്ല. ഈ ഭയമില്ലാന്നില്ല, ഭയമൊക്കെ ഉണ്ട്. നേരിടാനുള്ള എന്നാലും സാധാരണക്കാർക്കുള്ളിടത്തോളം ഭയമൊന്നുമില്ല, ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ കൈ ഇങ്ങെടുത്തോന്ന് പറഞ്ഞത്. എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞത് ഞാനാണ്. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്നെ വലിച്ച് വണ്ടിയൊക്കെ കയറ്റുമ്പം ആ കൈയും കൂടി കയറ്റി കഴിഞ്ഞപ്പോൾ ആ കൈപ്പത്തിയും കൂടി എടുത്തോളാൻ പറഞ്ഞത് ഞാനാണ്. എനിക്കങ്ങനെ മരിച്ചു പോകുന്നുള്ളൊരു ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. മരിച്ചു പോകുന്ന ഞാൻ ഭയന്നാരെങ്കിലും തീർച്ചയായിട്ടും മരിക്കുമായിരുന്നു. എൻ്റെ ഭയമില്ലായ്മയാണ് എന്നെ ഇപ്പോഴും ഇങ്ങനെ നിലനിർത്തുന്നത്. എന്നാലും രക്തം പാർന്ന് പോയിട്ട് ഈ സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൾസെല്ലാം പോയി ആള് പോയി എന്ന് വിചാരിച്ചിട്ട് എന്നെ ഈ ഓപ്പറേറ്റൊക്കെ ചെയ്ത ചികിത്സിച്ച ഡോക്ടർമാരുടെ ഭാഷയിൽ പകുതി താഴെ മുകളിലുമായിട്ടുള്ള അവസ്ഥയിലാണ് എന്നെ ആശുപത്രി എത്തിച്ചത്. പിന്നെ അവർ ഓപ്പറേറ്റ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പൾസൊക്കെ പോയി ഇങ്ങനെ വെന്റിലേറ്ററിലാണ്. അപ്പം ഇനിയിപ്പം ആൾ പോയി, ഇനി ഓപ്പറേഷൻ അവർ നിർത്തിവെച്ചു. 1-2 മിനിറ്റ് അങ്ങനെ അവരെല്ലാം നിർത്തി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വീണ്ടും ഇങ്ങനെ ഞാൻ പൾസൊക്കെ വന്നിട്ട് ഹൃദയം ഒക്കെ ഇടിച്ചു തുടങ്ങിയത്. അപ്പം അങ്ങനെ മരണവും ഞാൻ കണ്ടിട്ടുണ്ട്. മരണത്തിന് മുമ്പിൽ മരിച്ചിട്ട് അങ്ങനെ തിരിച്ചു വന്നതാണ്. അതിനെക്കുറിച്ച് എനിക്ക് അതുകൊണ്ട് ഇനി ഒട്ടും മരണഭയമില്ല. മരിക്കുന്നതൊന്നും നമ്മൾ അറിയത്തില്ല, നമ്മൾ ഉറങ്ങുന്ന പോലെ ഉള്ളൂ. അല്ലാതെ മരണവേദന എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല. ചില ആൾക്കാർ പറയുമല്ലോ ഒരു ഗർത്തത്തിലോട്ട് അതൊക്കെ അവരിങ്ങനെ സ്വപ്നം കാണുന്ന ആ സമയത്തൊക്കെ സ്വപ്നം കാണുന്നതാണ് ചിലപ്പോൾ. ഒരാഴത്തിലേക്ക് പിന്നെ എന്നെ സംബന്ധിച്ചോളം എന്നെ ബോധം കെടുത്തിയ സമയത്താണല്ലോ ഞാൻ മരിക്കുന്നത്. എന്നെ ആശുപത്രിയിൽ ചെന്നിട്ട് ഈ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോധം കെടുത്തിയ സമയത്താണ് എൻ്റെ പൾസെല്ലാം പോകുന്നത്.
അവൻ പിന്നെ ബോധമുള്ള സമയത്താണെങ്കിൽ പിന്നെ ഈ ബോധ മനസ്സ് പോയിട്ട് ഉപബോധ മനസ്സും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവരുടെ സ്വപ്നം കാണുന്ന പോലെ കാണുന്നതാണ് അവരങ്ങനെ. നമ്മളിങ്ങനെ ഈ വേദന എന്ന് പറയുന്നത് മരണവേദന എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുകയല്ല. നമുക്കൊരു നിശ്ചിത അളവിൽ കൂടുതൽ വേദന വരുമ്പോൾ നമ്മൾ ബോധം കെട്ടുപോകും. പിന്നെ നമ്പായിരിക്കും അല്ലേ. പിന്നെ നമ്മൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മരണപ്രാണം കാണിക്കുകയും പിടയ്ക്കുകയൊക്കെ ചെയ്യുന്നതേ അത് അവരറിയുന്നൊന്നുമില്ല. അവരുടെ ശരീരം മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ആ വേദന അറിയാം, വേദന അറിയാലോ, അവര് ഒറിജിനൽ ആളറിയാലോ. നമ്മൾ കാണുന്നവർക്കേ അത് പിന്നെ ഫീൽ ആവുള്ളൂ. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ഒന്നും പേടിക്കാനില്ല. അധികം വേദന ഒന്നും ഉണ്ടാകില്ല. നമുക്കൊരു നിശ്ചിത വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ബോധം കെട്ടു പോകും. അതിനപ്പുറം അത് ബോധം അങ്ങനെ നമ്മുടെ ശരീരം അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരും. അപ്പം നമ്മൾ അതിൻ്റെ അപ്പുറത്തെ വേദന നമ്മൾ അറിയുന്നില്ലല്ലോ. പിന്നെ നമ്മളിങ്ങനെ പിന്നെ ശരീരം കിടന്നിങ്ങനെ എപ്പോഴപ്പെടുകയൊക്കെ ചെയ്യും. അപ്പം അതൊന്നും ഈ പറയുന്ന ശരിയായിട്ടുള്ള നമ്മൾ മരിക്കുന്ന ആളറിയില്ല. അതുകൊണ്ട് മരിക്കുന്ന കാര്യത്തിലൊന്നും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളറിയില്ല, ഉറങ്ങുന്നത് പോലെ ഉള്ളൂ. പിന്നെ പിന്നെ വലിയ വേദനകളൊക്കെ ആണെങ്കിൽ മുറിവാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ വേദന ഒന്നും എടുക്കില്ല. ഈ നമുക്ക് കൈയൊക്കെ നമ്മൾ കത്തി കൊണ്ട് പതുക്കെ കറക്കി ചെയ്യുമ്പോൾ മുറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന ഒന്നും കൈ വെട്ടി മാറ്റിയാലും ഉണ്ടാവുകയില്ല, പെട്ടെന്ന് അറിയില്ല, ഫീൽ ചെയ്യല. അത് അവിടെ എല്ലാം അങ്ങ് മരച്ചു പോകും.